പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ മേൽ അവിടുത്തെ അഭിഷേകം വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മധ്യസ്ഥതയിൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും വളരെ പ്രത്യേകമായിട്ട് ഈ മണിക്കൂറിലേക്കും പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ആവശ്യകമായ അഭിഷേകങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചങ്ങനാശ്ശേരിയിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് വചനത്തിന്റെ ഉത്സവം നടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അനേകായിരങ്ങൾ ഇവിടെത്തി വചനം ശ്രവിക്കുകയും മനസ്സ് തുറക്കുകയും അനുതാപ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച് തങ്ങളെ തന്നെ ഹൃദയ നൈർമല്യമുള്ളവരാക്കി ഭവനങ്ങളിലേക്ക്, മനോഹരമായ കുടുംബ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഈ ഉച്ച കഴിഞ്ഞുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ എത്തുമ്പോൾ ജനങ്ങൾ ഇവിടെ തിങ്ങി നിന്ന് രാവിലെ പ്രസംഗിച്ച അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് അനുതാപ ശുശ്രൂഷ സ്വീകരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, ഹൃദയപൂർവം ഈ ദിവസങ്ങൾക്ക്, ഈ നിമിഷങ്ങൾക്ക് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നവസുവിശേഷവൽക്കരണവും കുടുംബവും, ഇതാണ് പ്രധാനമായി നമ്മൾ ചിന്തിക്കുക. അതിന്റെ ഉള്ളിൽ തുറന്നിട്ടിരുന്നു. ജനങ്ങൾ വരിവരിയായി നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാര് അന്ന് വിശുദ്ധ കവാടത്തിലേക്ക് പ്രവേശിച്ചു. ആ വിശുദ്ധ കവാടത്തിലൂടെ കടന്നുപോയി പ്രാർത്ഥനകൾ അർപ്പിക്കുകയും അനുതാപ ശുശ്രൂഷ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ദണ്ഡവിമോചനമുണ്ട് എന്ന് സഭ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് വൈകുന്നേരം ഈ വിശുദ്ധ വാതിൽ അടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയിരുന്ന ജനാവലി കൊണ്ട് വെളുപ്പിനെ 4 മണി വരെ ജനങ്ങൾ ക്യൂവിൽ നിന്ന് ഈ വിശുദ്ധ കവാടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരുന്നു. അന്ന് ഈ ജനമെല്ലാം ഈ വിശുദ്ധ വാതിലിലൂടെ പ്രവേശിച്ച് പള്ളിക്കുള്ളിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ വന്നപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പുണ്യസ്മരണാർഹനായ സന്തോഷത്തിന്റെ ഓർമ്മകൾ സഭയിൽ ഉണർത്തുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സന്ദേശം നൽകുന്ന കിളിവാതിലിൽ എത്തി നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. ആ ചെയ്യുന്ന അവസരത്തില് എല്ലാ വാർത്താ പ്രതിനിധികളും, എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. തലേ ദിവസം മുതൽ മാധ്യമ പ്രതിനിധികള് പത്രങ്ങളിൽ ചർച്ച ആരംഭിച്ചിരുന്നു. ഈ ജൂബിലിയുടെ സമാപനത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ എന്തായിരിക്കും പറയാൻ പോവുക. പലരും പല കാര്യങ്ങളൊക്കെ ഊഹിച്ച് പറഞ്ഞിരുന്നു. ചില പത്രങ്ങളൊക്കെ എഴുതി ഇനി മാർപ്പാപ്പയ്ക്ക് ഒന്നും പറയാനുണ്ടാവില്ല, കാരണം ഈ 2000 ആണ്ടിൽ മുഴുവനും ദിവസങ്ങളിൽ മാർപ്പാപ്പ ഏതെങ്കിലുമൊക്കെ ജനതയെ അഭിസംബോധന ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു. ഇനി എന്തായിരിക്കും പറയുവാനുള്ളത്? പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും വിസ്മയത്തിൽ ആഴ്ത്തിക്കൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങൾക്കുള്ളിലേക്ക് മജ്ജയെയും മാംസത്തെയും തുളച്ചു കയറുന്ന ദൈവ വചനമാണ് മാർപ്പാപ്പ അവസാന സന്ദേശമായി മഹാജൂബിലിയിൽ പറഞ്ഞത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനമാണ് മാർപ്പാപ്പ ഈ വലിയ ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഇപ്രകാരമായിരുന്നു ആ തിരുവചനം: മീൻ പിടിക്കുവാനായിട്ട് ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. മീൻ പിടിക്കുവാനായിട്ട് ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. നവസുവിശേഷവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈശോയെയും അവിടുത്തെ സന്ദേശത്തെയും ലോകത്തെ അറിയിക്കുന്നതിനോടൊപ്പം വിശ്വാസികളായിരിക്കുന്ന മനുഷ്യർ ആഴങ്ങളിലേക്ക് നീക്കി അവരുടെ വിശ്വാസത്തിന്റെ വലകൾ എറിയണമെന്ന് പരിശുദ്ധ സിംഹാസനം നമ്മളെ ഓർപ്പിച്ചു. അതിന് തുടർച്ചയായി ബെനഡിക്ട് 16 മാർപ്പാപ്പായി നമ്മളെ ഓർപ്പിച്ചു.
തുടർച്ചയായ മാനസാന്തരത്തിലൂടെ ആഴത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക് വളരുക, ആഴത്തിലേക്ക് നീക്കി വലയെറിയുക, ധാരാളം മത്സ്യങ്ങൾ വലയിൽ ഉണ്ടായിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബം എങ്ങനെയാണ് ആഴത്തിലേക്ക് നീക്കി വലയെറിയേണ്ടത്? കുടുംബ ധാർമ്മികത പ്രശ്നമാണെങ്കിൽ കുടുംബം എപ്രകാരമാണ് ആഴത്തിലേക്ക് നീക്കി വല എറിയേണ്ടത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ദൈവം മനുഷ്യനെ വിഭാവനം ചെയ്തപ്പോൾ, ഓരോ മനുഷ്യ സൃഷ്ടിയും ദൈവത്തിന്റെ സ്നേഹത്തിൽ ജനിക്കപ്പെട്ടവരായതുകൊണ്ട് ഈ സ്നേഹം മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവം നിക്ഷേപിച്ചപ്പോൾ രണ്ട് തരത്തിലാണ് ഈ സ്നേഹം പ്രകാശമാനമാക്കുവാനായിട്ട് ദൈവം മനുഷ്യന് വഴി നൽകിയത്. അതിൽ ഒന്നാമത്തെ വഴി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കുവാൻ അയക്കുവാനും പിശാചുകളെ ബഹിഷ്കരിക്കുവാനുമായി അവൻ തന്നോട് ചേർന്ന് നിൽക്കുവാനായി അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തു. ദൈവം മനുഷ്യന്റെ ഉള്ളിലേക്ക് നിക്ഷേപിച്ച സ്നേഹത്തെ പ്രകാശമാനമാക്കുവാനായിട്ട് മനുഷ്യന് നൽകപ്പെട്ട രണ്ട് മാർഗങ്ങളിൽ ഒന്നായിരുന്നു മനുഷ്യൻ പ്രത്യേകമായി സ്വീകരിച്ച ഈ വിളി എന്നുള്ളത്. അതോടൊപ്പം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനത്തിലൂടെ ഈ വിളി ലഭിച്ചവരെ അവൻ ഓർപ്പിച്ചു. നിങ്ങൾ മാതാപിതാക്കളെയും മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും മക്കളെയും വയലുകളെയും എന്തിനേറെ സ്വന്തം ജീവനെ തന്നെ ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് എന്റെ ശിഷ്യരായിരിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാവുന്നതുപോലെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം മുതൽ കുരിശിന്മേൽ തലകീഴായി തൂക്കപ്പെട്ട പത്രോസ് മുതൽ ശിരച്ഛേദനം ചെയ്യപ്പെട്ട പൗലോസും മറ്റൊരു പാവപ്പെട്ട വ്യക്തിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാനായി വിട്ടുകൊടുത്ത മാക്സിമിലിയൻ കോൾബയും സഹനത്തിന്റെ നിറക്കൂടുകളിൽ നിന്ന് വിശുദ്ധിയായി തീർന്ന അൽഫോൻസയും ഒക്കെ ജീവിച്ചത് ദൈവം കൊടുത്ത ഈ സ്നേഹം ഈ വിളിയിലൂടെ പ്രകാശമാനമാക്കിയാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുകയാണ്. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. 2-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിച്ചു. അതിനാൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് സ്ത്രീയോട് ചേരുകയും അവർ ഏക ശരീരമായി തീരുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ആദ്യ മനുഷ്യൻ, ആദ്യ പിതാവ്, ആദ്യ മാതാവ്, ആദ്യ പുരുഷൻ, ആദ്യ സ്ത്രീ, ആദ്യ ഭർത്താവ്, ആദ്യ ഭാര്യ അവരുടെ ജീവിതം നയിച്ചത്, ആദ്യ കുടുംബം അവരുടെ ജീവിതം നയിച്ചത് പറുദീസയിലായിരുന്നു. ദൈവം മനുഷ്യനെ കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് പറുദീസയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടം പറുദീസയായി തീർന്നത് അവിടെ പഴങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും പുഴകൾ ഉണ്ടായിരുന്നത് കൊണ്ടും മാത്രമല്ല. അവിടം പറുദീസയായി തീർന്നത് അവിടെ മനുഷ്യൻ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പേരിട്ടത് കൊണ്ട് മാത്രമല്ല. അവിടം പറുദീസയായി തീർന്നത് മനുഷ്യൻ അതിന്റെ രാജാവായിരുന്നത് കൊണ്ട് മാത്രമല്ല. അത് പറുദീസയായി തീർന്നത് ആദ്യ പുരുഷന്റെയും ആദ്യ സ്ത്രീയുടെയും ആദ്യ പിതാവിന്റെയും ആദ്യ മാതാവിന്റെയും ആദ്യ ഭാര്യയുടെയും ആദ്യ ഭർത്താവിന്റെയും ജീവിതം, ആ കുടുംബം പറുദീസയിലായത് ദൈവത്തിന്റെ സാമീപ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്, ദൈവത്തിന്റെ കൃപയിൽ ജീവിച്ചിരുന്നത് കൊണ്ടാണ്. കുടുംബത്തെ ദൈവം വിളിച്ചത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറുദീസയിലായിരിക്കാൻ വേണ്ടിയിട്ടാണ്. പറുദീസയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്ത് വിളിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ,
സഭയിലെ ഓരോ വിശുദ്ധനും ജനിച്ചത് ഒരമ്മയുടെ ഉദരത്തിൽ നിന്നാണ്. സഭയിലെ ഓരോ രക്തസാക്ഷിയും പിറന്നത് ഒരു പിതാവിന്റെയും മാതാവിന്റെയും സ്നേഹത്തിന്റെ പങ്കുവെക്കലിൽ നിന്നാണ്. സഭയിലെ ഓരോ സമർപ്പിതയും സമർപ്പിതനും ഈശോ മിശിഹായുടെ ശരീരം കൈകളിൽ ഏന്തുന്ന ഓരോ പുരോഹിതനും പിറന്നത് ഓരോ കുടുംബത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠമായ മഹനീയമായ ദൈവ വിളിയാണ് കുടുംബം എന്ന് പറയുക. രക്തസാക്ഷി പിറക്കുന്നത്, വിശുദ്ധൻ ജനിക്കുന്നത്, ദൈവത്തെ മനുഷ്യന്റെ മുമ്പിൽ കാട്ടിക്കൊടുക്കുന്ന പുരോഹിതൻ ജനിക്കുന്നത്, പ്രവാചകൻ ജനിക്കുന്നത് കുടുംബത്തിൽ നിന്നാണെങ്കിൽ, മാതാപിതാക്കളിൽ നിന്നാണെങ്കിൽ എത്ര ശ്രേഷ്ഠമായ ഒരു ഉത്തരവാദിത്തമാണ് ദൈവം കുടുംബത്തിലേക്ക്, മാതാപിതാക്കളിലേക്ക് പകർന്നു നൽകിയത്. ആ കുടുംബം പറുദീസയിലായിരിക്കാനാണ് ദൈവം വിളിച്ചതെന്ന് പറയുമ്പോൾ, കൃപയിൽ ജീവിക്കുന്നതാണ് പറുദീസയെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: ദൈവത്തിന്റെ മക്കൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരത്രേ. അവർ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ ജഡമോഹത്തിൽ നിന്നോ ജനിച്ചവരല്ല, മറിച്ച് അവര് ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ദൈവത്തിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുവാൻ, ദൈവത്തിൽ നിന്ന് വിശുദ്ധരെ ഈ ലോകത്തിന് നൽകുവാൻ, ദൈവത്തിൽ നിന്ന് രക്തസാക്ഷികളെ ഈ ലോകത്തിന് നൽകുവാൻ, ദൈവത്തിൽ നിന്ന് പുരോഹിതരെയും സന്യസ്തരെയും ഈ ലോകത്തിന് നൽകുവാൻ ദൈവം മനുഷ്യനായി നൽകപ്പെട്ട സമ്പൂർണമായ, മനോഹരമായ, വേർതിരിക്കപ്പെട്ട വിശുദ്ധമായ കുടുംബ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബ ജീവിതം എപ്രകാരമാണ് ആഴങ്ങളിലേക്ക് നീക്കി വലയെറിയേണ്ടത്? ഈ കുടുംബ ജീവിതം എപ്രകാരമാണ് പറുദീസയായി തീരേണ്ടത്? ഈ കുടുംബ ജീവിതം എപ്രകാരമാണ് ഈ ലോകത്തിന്റെ ധാർമ്മിക വളർച്ചയിൽ പങ്കുകാരാവേണ്ടത്? ഈ കുടുംബ ജീവിതം എപ്രകാരമാണ് ഇവിടുത്തെ അശുദ്ധി നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തിയിട്ട് സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നത്? പലപ്പോഴും കുടുംബവും ധാർമ്മികതയും എന്നൊക്കെ കേൾക്കുമ്പോൾ, പലപ്പോഴും കുടുംബവും ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്കൊരു പ്രവണതയുണ്ട്. ഓടിച്ചാടി നമ്മൾ ലൈംഗിക അരാജകത്തെ ചെന്നാണ് പിടികൂടുന്നത്. ഇവിടെ ഭ്രൂണഹത്യ നടക്കുന്നത്, ഇവിടെ വ്യഭിചാരം നടക്കുന്നത്, അതല്ലെങ്കിൽ ഇവിടെ വിവാഹപൂർവ്വ ബന്ധങ്ങൾ നടക്കുന്നത്, ഇതൊക്കെ കുടുംബ ജീവിതത്തിലെ ധാർമ്മികതയുടെ അധപ്പതനമാണെന്ന്, ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനെ നശിപ്പിക്കുന്നത് കുടുംബ ജീവിതത്തിന്റെ ധാർമ്മികതയുടെ അപഭ്രംശമാണെന്ന് നമ്മളെപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്. കൊലപാതകം തെറ്റാണെന്നും വ്യഭിചാരം തെറ്റാണെന്നും വിവാഹപൂർവമോ വിവാഹേതര ബന്ധങ്ങളോ തെറ്റാണെന്നും ഒക്കെ അറിയാത്തവരായി ആരാണ് നമ്മുടെ ഇടയിലുള്ളത്? അത് തെറ്റാണെന്ന് അറിയുവാനായിട്ട് വലിയ ഡിഗ്രികൾ സമ്പാദിക്കേണ്ട ആവശ്യമില്ല. ദൈവം മനുഷ്യന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന മനസ്സാക്ഷിയിലെ ദൈവിക സ്വരത്തിൽ ദൈവത്തിന് ചേരാത്ത ഓരോ ചലനവും തെറ്റാണെന്ന് മനുഷ്യ ബുദ്ധിയിലേക്ക് മനസ്സാക്ഷിയിലൂടെ ദൈവം നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. കുടുംബ ജീവിതത്തിലെ അധാർമികത എന്ന് പറയുമ്പോൾ ഓടി ലൈംഗിക അരാജകത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കുടുംബ ജീവിതത്തിലെ അധാർമികതയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ലൈംഗിക അരാജകത്വം എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇതിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്? എവിടെയാണ് ഈ ധാർമ്മികതയുടെ പാളം തെറ്റിപ്പോയത്? എവിടെ പാളം തെറ്റിയത് കൊണ്ടാണ് മനുഷ്യൻ ഇപ്രകാരമുള്ള പ്രവണതകളിലേക്ക് നടന്നെടുക്കുന്നത് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കുടുംബം ഒരു പള്ളിക്കൂടമാണ്. ഒരുപാട് മൂല്യങ്ങൾ മനുഷ്യൻ പഠിക്കേണ്ട പള്ളിക്കൂടമാണ് കുടുംബം. ആ പള്ളിക്കൂടത്തിലെ അധ്യാപകരെന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുടുംബമാകുന്ന പള്ളിക്കൂടത്തിലിരുന്ന്, പരിശുദ്ധ അമ്മയുടെ പള്ളിക്കൂടത്തിലിരുന്ന് ദൈവത്തെ നോക്കി ധ്യാനിക്കാൻ പഠിക്കണമെന്ന് മാർപ്പാപ്പ ഓർപ്പിച്ചതുപോലെ കുടുംബമാകുന്ന പള്ളിക്കൂടത്തിൽ നിന്ന് ഒരുപാട് മൂല്യങ്ങള് കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് പതിയേണ്ടതുണ്ട്. കർത്താവ് ഈശോ മിശിഹാ
പരസ്യ ജീവിതകാലത്ത് തന്റെ പരസ്യ ജീവിത പ്രാരംഭങ്ങളിൽ ദേവാലയത്തിൽ വന്ന് സിനഗോഗിൽ പ്രവേശിച്ച് സുവിശേഷമെടുത്ത് അവിടെ ഉണ്ടായിരുന്ന